അസ്സലാമലൈക്കും മക്കളെ, സുഖാനല്ല നിങ്ങൾക്കെല്ലാം. ഇന്നൊരു കണ്ണൂര് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. ചിക്കൻ കുറുമന്റെ റെസിപ്പിയാണ്. അത് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഞാൻ ചൂടുവെള്ളത്തിൽ അണ്ടിപ്പരിപ്പ് പൊതിർത്തി വെച്ചിട്ടുണ്ട്. അതിന് അരയാൻ വേണ്ടിയിട്ട് അത് ഫസ്റ്റ് ഞാൻ അരക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് പൊതിർത്തിയ വെള്ളം തന്നെ നമുക്ക് കുറച്ച് കൂട്ടണം. ഇനി ഇത് നന്നായി അരഞ്ഞ് നമുക്ക് ഇത് തുറന്ന് നോക്കാം. നല്ല മഷി പോലെ അരയണം. അണ്ടിപ്പരിപ്പ് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിത് മാറ്റി വെക്കാം. ഇതിൽ തന്നെ നമുക്ക് തേങ്ങയാണ് ഞാൻ തേങ്ങാപ്പാലിന് അരക്കുന്നത്. ഒതുക്കിയിട്ട് പാലെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം. നന്നായി ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് പാലെടുക്കണം. അങ്ങനെ ഇത് നന്നായി ഒതുങ്ങി. ഇനി നമുക്കിത് ഫസ്റ്റത്തെ പാലെടുക്കാം. ഇത് ഒന്നാം പാലെടുത്ത് ഇനിയിപ്പോൾ രണ്ടാം പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒതുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയിൽ ഈരപ്പരനിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടാം പാലെടുക്കട്ടെ. ഇത് രണ്ടാം പാലെടുക്കേണ്ട ഒതുങ്ങി. ഇനി നമുക്കിത് രണ്ടാം പാലെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂണേ വേണ്ടും. അത് വെളിച്ചെണ്ണ തന്നെ അരിക്കണം. കുറുമക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. വേറെ ഒരു എണ്ണയും ഒഴിക്കാൻ പാടില്ല. കായിട്ട് ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, അത് 2 നീരുള്ളി, അത് നല്ല വാട്ടണം. നന്നായി വാടിട്ട് നല്ല ഗോൾഡൻ കളറാവണം. ഇത് വാടിയിട്ടില്ല. ഉള്ളി കരിയാൻ പാടില്ല. ഈ ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ദോശക്ക്, പൊറോട്ടക്ക്, ചപ്പാത്തിക്ക്, നെയ്ച്ചോറിന് എല്ലാത്തിനും നമുക്ക് നല്ല രസമാണ് കുറുമക്കറി. നന്നായി ഉള്ളി അങ്ങനെ വാടി. ഇനി നമുക്കിത് അരച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം വാടിയത് ഇതാ നന്നായി അരഞ്ഞ്. ഇത് നന്നായി അരിഞ്ഞ് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് കുറുമക്കറീൻ്റെ തുടങ്ങാം. നമുക്ക് അങ്ങനെ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെക്കുന്നുണ്ട്. കായിട്ട് അതിലേക്ക് 2 സ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് 2-3 ഏലക്കായി, കറുകപ്പട്ടി അത് ഞാൻ ഇടുന്നുണ്ട്. വറുക്കാൻ. വറുത്ത്
ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇടുമ്പം തന്നെ നമ്മൾ എന്താക്കണം, വെള്ളം കരുതണം. നമ്മൾ 2ാം പാലിൻ്റെ വെള്ളം അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ കറി രസം ഉണ്ടാവില്ല. നന്നായി ഇതൊന്ന് ഇതിലേക്ക് ഞാൻ ഉള്ളി പേസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം അരച്ച പേസ്റ്റ് നന്നായി ഒന്നിത് പച്ച മണമെല്ലാം പോട്ട് നമ്മൾ വെള്ളം കരുതണം എന്ന് പറഞ്ഞ് കരിഞ്ഞു പോയെങ്കിൽ പിന്നെ കറി രസം ഉണ്ടാവില്ല. അത് 2ാം പാല് നമുക്ക് അടുത്ത് തന്നെ വെക്കണം. നന്നായി ഇതായി അതിലേക്ക് ഞാൻ 2ാം പാല് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇത് തള വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നന്നായി ഒന്ന് ഇളക്കി അത് കുറുകി വരണം. എന്നാലേ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് തിളപ്പിക്കാൻ പറ്റും. കുറുകി വരട്ടെ. അങ്ങനെ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കാം. എന്നിട്ട് നല്ല ഇരുന്ന് അടച്ച് വെക്കാം. തണച്ച് തന്നെ ഇത് ചിക്കൻ വേവട്ട്. അങ്ങനെ നമുക്ക് കുറുമക്കറിയിൽ അണ്ടിപ്പരിപ്പ് അരച്ചത് കൂട്ടാം. നല്ലോണം അണ്ടിപ്പരിപ്പ് അരച്ചത് കൂട്ടിയിട്ടാകുമ്പോൾ നല്ല കുറുകും. കുറച്ച് കുറുകട്ട് നന്നായി ഒന്ന് കുറുകിയതിന് ശേഷം ഫസ്റ്റത്തെ പാല് കൂട്ടാം. അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് ഇനി നമുക്കിത് ഗരം മസാലപ്പൊടി ഇടാം. 1 സ്പൂണ് ഗരം മസാലപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഇളക്കാം. നല്ല അടിപൊളി കുറുമയായി. ഇനി നമുക്ക് വറുത്തിടാനുണ്ട് പച്ചമുളകും കറിവേപ്പും. അങ്ങനെ നമുക്കിത് വെളിച്ചെണ്ണയിൽ തന്നെ പച്ചമുളകും കറിവേപ്പും വറുത്തിടണം. അങ്ങനെ നമുക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഞാൻ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പും നന്നായി ഒന്നിൽ ഇളക്കിയിട്ട് കുറച്ച് കായം പച്ചമുളക്. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് ഇനി നമുക്കിത് ഗരം മസാലപ്പൊടി ഇടാം. 1 സ്പൂണ് ഗരം മസാലപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഇളക്കാം. നല്ല അടിപൊളി കുറുമയായി. ഇനി നമുക്ക് വറുത്തിടാനുണ്ട് പച്ചമുളകും കറിവേപ്പും. നന്നായി ഇതൊന്ന് വാടി ഇനി നമുക്ക് നമ്മുടെ കുറുമക്കറിയിലേക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് വാടി നമ്മുടെ കുറുമക്കറി റെഡിയായി. അങ്ങനെ ഇത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുറുമക്കറിയും പത്തിലും ഇവിടെ റെഡിയായി. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പത്തില് കുറുമക്കറിയും ഞങ്ങൾ കഴിക്കട്ട്. എങ്ങനെയുണ്ട് നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞാൻ കഴിച്ചോക്കട്ട്. ഓ സൂപ്പർ മക്കളാ, സൂപ്പർ.
അടിപൊളിയുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാത്തിൻ്റെ അപ്പുറം കൂട്ടായത് പത്തിരി, ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ അപ്പുറം നല്ല രസം ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിന്നോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. ലൈക്ക് ഇടാം, വീഡിയോ കാണുന്നവരും നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത്. വീഡിയോ കാര്യമായിട്ട് നിങ്ങൾ കാണണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.